ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ നോ കോൺടാക്റ്റിലാണെങ്കിൽ ആ ഒരു വ്യക്തി വീണ്ടും തിരികെ വരുമോ, ഒരു കോൺടാക്റ്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകുമോ എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുൻപ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം, നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തി തിരികെ വരുമോ. നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തി തിരികെ വരുമോ. ടെൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇത് കാണിക്കുന്നത്. ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ അവർ അവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾ, അത് ഈ ഒരു സമയത്ത് സാമ്പത്തികമായ ചില കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അവർ അവരുടെ ലൈഫ്, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഈ ഒരു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുമായൊരു കോണ്ടാക്ട് ഉണ്ടാകുമോ. നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഏത് വ്യക്തിയാണോ ആലോചിച്ചത് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ട്. അവർ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ ആരുമായിട്ടും, ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഒരു അകലം വെക്കുവാനായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്ന വ്യക്തി തിരികെ വരുമോ. സിക്സ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകൾ നടന്ന എനർജി കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ മുൻപ് ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ, ധനസഹായം, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ചില ചതികൾ പറ്റിയതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി പറഞ്ഞ സമയത്ത് നിങ്ങൾ കൊടുത്ത ആ ഒരു പൈസ തിരിച്ചു തരാത്ത ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബന്ധത്തിൽ മുൻപ് നല്ല രീതിയിലൊരു ബന്ധമായിരുന്നു നിങ്ങളുടേതെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം, അതുപോലെ തന്നെ കെയർ, ഇതെല്ലാം കൂടുതൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ കൊടുത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല എന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു വ്യക്തി തിരികെ വരുമോ. സിക്സ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പഴയ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയും നിങ്ങളും മാത്രമല്ല, ഒരു വ്യക്തി കൂടി ഈ ഒരു ബന്ധത്തിൽ ഇടപെടുന്ന ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ത്രീ ഓഫ് സോർട്സിന്റെ എനർജി നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. വളരെയധികം വേദനയിലൂടെ നിങ്ങൾ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നു. അവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലൊരു സമാധാനവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു വ്യക്തി തിരികെ വരുമോ. ക്യൂൺ ഓഫ് കപ്സ്. ഈ ഒരു വ്യക്തി തിരികെ വരുമോ. ചാരിയറ്റ്. ഈ ഒരു വ്യക്തി തിരികെ വരുമോ. സെവൻ ഓഫ് പെന്റക്കിൾസ്. 3 കാർഡാണ്. ഈ ഒരു വ്യക്തി തിരികെ വരുമോ എന്ന് ചോദിച്ചതിനുള്ള ഉത്തരം ക്യൂൺ ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഒരുപാട് സ്നേഹമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവർക്കായി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവർ തിരികെ വരുമോ എന്ന് ചോദിച്ചാൽ ഇവർ തിരികെ വരുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ചാരിയറ്റാണ് കിട്ടിയിരിക്കുന്നത്. തിരികെ വന്നതിന് ശേഷം വീണ്ടും, അതായത് ഒരു സ്ഥിരതയില്ലാത്ത ഒരു എനർജി കാണിക്കുന്നുണ്ട്. വീണ്ടും തിരികെ പോകുവാനായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. സെവൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയും കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആലോചിച്ച ഈ ഒരു വ്യക്തി ഉടനെ തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നില്ല. കുറച്ച് സമയം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. സമയമെടുത്ത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക്
തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ചാരിറ്റി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ തിരികെ വന്നാലും സ്ഥിരതയോടുകൂടി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുവാനായിട്ടുള്ള ഒരു സാധ്യതയുടെ കുറവായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തിക്ക് മറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. സമൂഹത്തിൽ ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ മറ്റുള്ള വ്യക്തികൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും മറച്ചു പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ സ്ഥിരമായിട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം നോ ആണ്. അതുപോലെ ഇവർ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം യെസ് ആണ്. അപ്പോൾ അവർ തിരികെ വന്നാലും ഒരു ബൗണ്ടറി വെച്ച് മുന്നോട്ട് പോവുക. അതല്ലാന്ന് വെച്ചാൽ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ അതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.